നിലമ്പൂർ വിധിയെഴുതാൻ ഇനി 8 നാൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണ UDFന് ലഭിക്കേണ്ട സുന്നി വിഭാഗം വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കുമെന്ന് സമസ്തയിലെ ഒരു വിഭാഗം. കാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിലെ ഭിന്നത UDF വോട്ടുകളെ ബാധിക്കുമെന്നും ഇവർ വാദിക്കുന്നു. എന്നാൽ ഇത് UDF വിജയത്തെ ബാധിക്കില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും രാഷ്ട്രീയം അംഗീകരിക്കുന്നവരല്ല സുന്നി വിഭാഗത്തിലെ വലിയൊരു ശതമാനം. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പരസ്യമായി രംഗത്തുവന്നു. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ 10 ഇരട്ടി വോട്ടുകൾ EK AP വിഭാഗം സമസ്തകൾക്ക് ഉണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ UDFന് എത്രമാത്രം തിരിച്ചടിയാകുമെന്ന് പറയാൻ ആകില്ലെന്നും സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF മലപ്പുറം ഉപാധ്യക്ഷൻ നാസർ കരുളായി ന്യൂസ് 18നോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ വിരളമായ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. എന്നാൽ സുന്നി എന്ന് പറയുന്ന വോട്ട് നല്ല ഒരു വോളിയം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ തമ്മിൽ തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു വോളിയം വോട്ട് തന്നെ ഇവിടെ സുന്നി വിഭാഗത്തിനുണ്ട്. ഏകദേശം ഒരു 25,000-30,000 വോട്ട് ആ ഒരു രൂപത്തിൽ. ഞങ്ങളതിനെ റേഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുള്ളത്. കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന AP വിഭാഗം സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. സുന്നി വിഭാഗത്തിലെ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടില്ലെന്ന് യുവജന സംഘടന SYSന്റെ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് സഫുവാൻ അസ്ഹരിയും പറയുന്നു. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിലുള്ള വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് ആ വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. എന്നാൽ എക്കാലവും ലീഗിനൊപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. പിന്തുണ അവരെ സംബന്ധിച്ചിടത്തോളം UDF ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ കാണുന്നത്. മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാടുക. അതിലിപ്പോൾ ഈ സമയത്ത് നമ്മൾ ആരെയും ഒരു വകതിരിച്ച് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാമുദായിക സംഘടനകളുടെ നിലപാട് UDFന്റെ വിജയത്തെ തടയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ നിരുപാധികമായി UDFന്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി കണക്കിലെടുത്ത് UDFനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് മാത്രം വേറെ ആരുടെയെങ്കിലും വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ള ചോദ്യമൊക്കെ അസ്ഥാനത്താണ്. 2000-നും 3000-നും ഇടയിലാണ് വെൽഫെയർ പാർട്ടിയുടെ നിലമ്പൂരിലെ വോട്ടുകൾ. EK AP വിഭാഗങ്ങൾക്ക് 40,000-നും 50,000-നും ഇടയിൽ വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നു. UDFനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വൈകാരിക വിഷയമായി മാറിയാൽ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള UDF അനുകൂല വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. CV അനുമോദ്, ന്യൂസ് 18, നിലമ്പൂർ. വെൽഫെയർ പാർട്ടി തങ്ങളുടെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നലെ നമ്മൾ നിലമ്പൂരിൽ കണ്ടത് ആ വിഷയം പ്രചാരണ ആയുധമാക്കി മുന്നോട്ട് നീങ്ങുന്ന LDFനെയാണ്. വർഗീയ ശക്തികളുടെ വോട്ട് UDF വാങ്ങുന്നു എന്ന തരത്തിൽ വലിയ പ്രചാരണം LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അതിനെ തിരിച്ചടിക്കാൻ മറുതന്ത്രം UDF മെനഞ്ഞത് PDPയുടെ പിന്തുണ LDFനുണ്ടല്ലോ, അത് വർഗീയ ശക്തി അല്ലേ എന്നുള്ള വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. ആ വിവാദം ചർച്ചയായി ഇങ്ങനെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ന്യൂസ് 18 കേരളം ഈ ഒരു വിഷയം കൂടി പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലഭിക്കുകയാണ് അല്ലെങ്കിൽ അതിന് പിന്നാലെ UDF പോവുകയാണെന്നുണ്ടെങ്കിൽ സുന്നി വിഭാഗത്തിന്റെ വോട്ട് അത് UDFന് ലഭിക്കില്ല. ആ വോട്ടിൽ വിള്ളൽ വീഴും. അത് UDFന്റെ ജയത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന തരത്തിൽ പ്രതികരണങ്ങളും മറ്റും വരുന്നത്. UDFന്റെയും മുസ്ലിം ലീഗിന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആക്ഷേപത്തിൽ UDF നേതൃത്വം മറുപടി പറയണമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. PDP മത രാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവരാണോ എന്ന് വിമർശനം ഉന്നയിക്കുന്നവർ മറുപടി പറയണം. മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്താൻ നിലപാട് സ്വീകരിക്കുന്നവരാണ് PDP എന്നും സ്വരാജ് പറഞ്ഞു. ആരുടെ വോട്ട് വേണം എന്ന കാര്യത്തിൽ വ്യക്തമായി മറുപടി പറഞ്ഞ ആളാണ് താനെന്നും സ്വരാജ് വിശദീകരിച്ചു. PDPയുടെ പിന്തുണയുടെ കാര്യത്തിൽ PDP മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം. ആണെങ്കിൽ ഞാൻ പറഞ്ഞ വിഭാഗത്തിൻ്റെ വോട്ടുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ആ നിലപാട് തന്നെ സ്വീകരിക്കാം. മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണയും ഇടതുപക്ഷത്തിനായിരുന്നില്ലേ.
അതിനു മുൻപ് ഒരു UDF പിന്തുണച്ചിട്ടുണ്ട്. മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മുൻപാകെ വിശദീകരിക്കേണ്ടി വരും. മതനിരപേക്ഷവാദികൾ, അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, UDF ഭാഗമായി നിൽക്കുന്ന മതനിരപേക്ഷവാദികൾ, അത് ഏതെങ്കിലും പാർട്ടിക്കകത്തായാലും പാർട്ടിക്ക് പുറത്തായാലും അവരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണത്. അത് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിശദീകരിക്കേണ്ടി വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് അവരുടെ ഒരു കാര്യമാണ്, നമ്മുടെ ഒരു കാര്യമല്ല. രാഷ്ട്രീയ നേതൃത്വമായും ഒരു പടി കൂടി കടന്ന് UDF രാഷ്ട്രീയ നേതൃത്വമായും ജമാഅത്തെ ഇസ്ലാമിയും അവരോടൊപ്പം നിൽക്കുന്നവരും മാറുന്നു. അവരാണ് നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന വിമർശനം വളരെ ശക്തമാണ്. ആ വിമർശനം തള്ളിക്കളയേണ്ടതല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അതും വിശദീകരിക്കേണ്ടത് കോൺഗ്രസ്സാണ്. UDF നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ഈ ആരോപണത്തിൽ മറുപടിയുമായി ലീഗും രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങൾക്ക് മറുപടി ഇല്ലാത്തതിനാലാണ് വ്യാജ ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം എല്ലാവരുടെയും വോട്ട് പോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടിനും പ്രാധാന്യമുണ്ടെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ മാസ്റ്റർ ബ്രെയിൻ ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് CPM പറയുന്നത്. അത് താൽക്കാലികമായി ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടും 10 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളെക്കുറിച്ചോ വികസനങ്ങളെക്കുറിച്ചോ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചോ പറയാൻ കഴിയാത്തത് കൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇതൊന്നും സ്വീകരിക്കില്ല. അല്ല, മറ്റെല്ലാവരുടെയും വോട്ട് പോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടിനും പ്രാധാന്യമുണ്ടല്ലോ. വെൽഫെയർ പാർട്ടി നേരത്തെയും UDF കൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. കേരളത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്താകമാനം അവരുള്ള സ്ഥലത്തൊക്കെ ഇന്ത്യ മുന്നണിക്കാണ് അവർ പിന്തുണ കൊടുത്തത്. അതിനവർ പ്രത്യേക കാരണം പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ നയത്തിന്റെ, ആശയത്തിന്റെ, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. CV അനുമോദ് കൂടി നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചാണ് ന്യൂസ് 18 പുറത്ത് ഈ വാർത്ത എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 50,000 വോട്ടുകൾ ഉണ്ട് എന്നാണ് സുന്നി വിഭാഗം അവകാശപ്പെടുന്നത്, പറയുന്നത്. അപ്പോൾ അത്രയും വോട്ട് വിഹിതമുള്ള തങ്ങളെ പിണക്കിക്കൊണ്ട് എന്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ പോകണം UDF എന്നുള്ള വലിയ ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനോട് ലീഗ് അടക്കം ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? ഈ വിള്ളൽ അത് UDF ജയത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് നമുക്ക് വിലയിരുത്താനാകുമോ? ആര്യ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടിയോളം വോട്ടുകൾ സുന്നി സംഘടനകൾക്ക് EK വിഭാഗങ്ങൾക്കായിട്ടുണ്ട്. അതിൽ AP വിഭാഗത്തിൻ്റെ വോട്ട് UDF ഒരു കാലത്തും കിട്ടാത്തതാണ്. എങ്കിൽ പോലും EK വിഭാഗത്തിൻ്റെ വോട്ടുകൾ അത് കാലങ്ങളായിട്ട് UDF അനുകൂലമായിട്ട് ലീഗിൻ്റെ പിന്തുണയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ 25,000-നും 30,000-നും ഇടയ്ക്ക് EK വിഭാഗത്തിൻ്റെ വോട്ടുകളുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം വോട്ടുകൾ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയായതിനാൽ അവർ ചെയ്തേക്കില്ല എന്നൊരു ഭീഷണിയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. അത് 2,500 വോട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കിട്ടും, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി കിട്ടുമെന്ന് പറഞ്ഞ് 25,000 വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ ഒരു EK വിഭാഗത്തിൻ്റെ യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും എങ്ങനെ ഈ ഒരു വിഷയം പരിഹരിക്കുമെന്ന ചോദ്യത്തിന് ലീഗ് നേതൃത്വം പറയുന്നത് കഴിഞ്ഞ പൊന്നാനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതിലും വലിയ ഭീഷണികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതാണ്. പക്ഷേ അവിടെ ഉണ്ടായ ഫലം എന്താണ്? അതായത് ഈ ബഹിഷ്കരണ ഭീഷണിയും വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഭീഷണിയൊക്കെ വിലപ്പോകുന്നതല്ല, അല്ലെങ്കിൽ അത്തരം പറയുന്ന ആളുകൾക്ക് വലിയ സ്വീകാര്യത ആ സമുദായത്തിലെ സംഘടനകളൊന്നും ഇല്ല എന്ന തരത്തിലാണ് ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഒരു വിലയിരുത്തലുള്ളത്. പൊന്നാനിയുടെ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്ര ഒരു ആത്മവിശ്വാസവും അവർ പങ്കുവെക്കുന്നത്. നിലമ്പൂരിലെ സാഹചര്യം പക്ഷേ വ്യത്യസ്തമാണ്, പൊന്നാനിയിലെ പോലെയല്ല. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിക്ക് മുമ്പ് കർശന നിലപാടുമായി, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കണിശമായി എതിർത്തിരുന്ന ആര്യടൻ ഷൗക്കത്ത് നിലപാട് മയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും ആര്യടൻ ഷൗക്കത്തിന് വിവിധ വിഭാഗങ്ങളുണ്ടായിരുന്ന ഒരു സ്വീകാര്യത അത് ഈ ഒരു നിലപാട് കൊണ്ട് കുറയുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. രണ്ടാമതായിട്ട് UDF അനുകൂലമായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിലെ വോട്ടർമാർ അവർ ഈ ആര്യടൻ ഷൗക്കത്തിൻ്റെ നിലപാട് മാറ്റം കൊണ്ട് ആരെ പിന്തുണയ്ക്കുമെന്ന ചോദ്യം. അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ അവർ വോട്ട് ചെയ്യില്ല എന്ന നിലപാട് പണ്ടേ സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ ആ വോട്ടുകൾ ഒരുപക്ഷെ ചെന്നെത്തുക PV അൻവറിലേക്കായിരിക്കും. അങ്ങനെ UDF വോട്ടുകൾ അൻവറിന് ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. മൂന്നാമതായിട്ട് AP വിഭാഗത്തിൻ്റെ വോട്ടുകൾ, അതിൽ വലിയൊരു ഭാഗം ഇപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെ പിന്തുണയായിട്ടാണ് ഉള്ളത്. പക്ഷേ
കുറച്ചെങ്കിലും വോട്ടുകൾ UDF കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഈ ഒരു നിലപാട് കാരണം, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് കാരണം കിട്ടാത്തൊരവസ്ഥ, അതിലും ഒരു വിഭാഗം വോട്ടുകൾ അൻവറിന് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെ ഈ ഒരു സമുദായ സംഘടനകളുടെ അവർ അവകാശപ്പെടുന്ന വോട്ടുകൾ ഇത്തരത്തിൽ വിഭജിച്ചു പോകുമെന്നാണ് കണക്കാക്കുന്നത്. ഇവിടെ നിലമ്പൂരിൻ്റെ ഒരു വോട്ടിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 1,80,000-ലധികം വോട്ടുകളാണ് ഓരോ തവണയും ശരാശരി ഇവിടെ പോൾ ചെയ്യാറ്. അതായത് 60-70% 2,32,000 ടോട്ടൽ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം. അതിൽ തന്നെ 70,000-80,000-ലധികം വോട്ടുകൾ നേടുമെന്നാണ് UDFൻ്റെ കണക്ക്. അതിൽ തന്നെ 40,000-40,000-ലധികം വോട്ടുകൾ ലീഗിൻ്റെ ആണ് വരുന്നത്. അതിൽ ഭൂരിഭാഗവും EK സുന്നി വിഭാഗത്തിലെ വോട്ടർമാരുടേതാണ്. മറുവശത്ത് LDF ആണെങ്കിൽ 60,000-70,000 ഇടയ്ക്ക്, 60,000-70,000 ഇടയ്ക്ക് വോട്ടുകൾ നേടുമെന്നൊരു കണക്കൂട്ടലാണ്. അവിടെ ഒരു വ്യത്യാസം വരുന്നത് 10,000-ൻ്റെയാണ്. ആ 10,000-ൻ്റെയാണ് സ്വതന്ത്രന്മാരെ വെച്ച് LDF മറികടക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ മറ്റൊരു ഫാക്ടറായിട്ട് വരുന്നത് PV അൻവറാണ്. PV അൻവർ എത്ര വോട്ട് നേടുമെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. 10,000-15,000 ഇടയ്ക്ക് നിന്ന അൻവറിനൊപ്പമുള്ളവർ പറയുന്നുണ്ടെങ്കിലും 5,000-10,000 ഇടയ്ക്ക് വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് പൊതു ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വിലയിരുത്തലുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും SDP-യുടെ വോട്ടുകൾ 5,000-ലധികം വോട്ടുകൾ അവർക്ക് മണ്ഡലത്തിലുണ്ടെന്ന് അവകാശപ്പെടുന്നു. BJP-യുടെ 13,000-ലധികം വോട്ടുകളെന്ന് അവർ അവകാശപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ ഷിഫ്റ്റിംഗ് നടക്കുന്നു. അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യുന്ന 20,000-ഓളം വോട്ടുകളുണ്ട്. അത് എവിടേക്ക് പോകുമെന്നതും നിർണായകമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് വോട്ടുകളുടെ ഒരു സ്പ്രെഡിംഗ് ആയിട്ട് നമുക്ക് പ്രാഥമികമായിട്ട് വിലയിരുത്താൻ കഴിയുന്നത്. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിക്കുമ്പോൾ ലഭിക്കാൻ ഉറപ്പുള്ള 20,000-ലേറെ വോട്ടുകൾ അത് ലഭിക്കാതെ പോകുമോ എന്ന ആശങ്കയാണ് UDF-ലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. പക്ഷേ അതൊരു EK സുന്നി വിഭാഗത്തിലെ തന്നെ യുവജന സംഘടനകളുടെ വാക്കുകൾ, അത് ഇലക്ഷനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസം ലീഗ് പ്രകടിപ്പിക്കുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവം മുൻനിർത്തിയാണ്. പക്ഷേ അത് എത്രമാത്രം നിലമ്പൂരിലെ സാഹചര്യം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-ന് ഗുണമാകുമോ ദോഷമാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒന്നാണ്. ആര്യ, തീർച്ചയായും LDF-നാണോ UDF-നാണോ അൻവറിനാണോ ഈ നീക്കങ്ങളൊക്കെ തുണ ആവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ യുവാവിന്റെ മരണം കൊലപാതകം. പുളിങ്കുന്ന് സ്വദേശി സുരേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. 2 സുഹൃത്തുക്കൾ പിടിയിലായി. മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് കണ്ടെത്തൽ. ഈ മാസം 2-ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് സുരേഷ് മരിച്ചത്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ ഈ കേസിൽ 2 പ്രതികളാണ് പുളിങ്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മരണപ്പെട്ട സുരേഷ് കുമാറിന്റെ
സുഹൃത്തുക്കൾ കൂടിയായിരുന്ന യദു ഒപ്പം തന്നെ ഹരികൃഷ്ണൻ എന്നീ 2 പേരാണ് ഇപ്പോൾ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ 20-നാണ്. അതായത് ഏപ്രിൽ 20-ന് ഈ സുരേഷ് കുമാറിനെ വീട്ടിലെത്തി ഈ യദുവും ഹരികൃഷ്ണനും ചേർന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയായിരുന്നു. തുടർന്ന് വീടിനടുത്ത് തന്നെയുള്ള ഒരു ചാലിൽ ഇട്ട് ഇയാളെ ഉപദ്രവിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റിരുന്നു, തലയൊട്ടിക്ക് പൊട്ടലേറ്റിരുന്നു, ഒപ്പം തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചവിട്ടുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 20-ന് ഈ ചാലിൽ പരിക്കേറ്റ് കിടക്കുന്ന രീതിയിലാണ് അന്ന് സുരേഷ് എന്ന് വിളിക്കുന്ന അപ്പുവിനെ നാട്ടുകാർ കണ്ടെത്തുന്നത്. പിന്നീട് അന്ന് തൊട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലായിരുന്നു. ഏപ്രിൽ 20-ന് ചികിത്സയിലായതിനു ശേഷം ജൂൺ 2-നാണ് ഇയാൾ മരണപ്പെടുന്നത്. ഈ സംഭവത്തിനകത്ത് ആണ് കുടുംബം ദുരൂഹത ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് നീണ്ട കാല ചികിത്സയിൽ കിടന്ന ഒരു കേസായതുകൊണ്ട് തന്നെ പരിക്കുകളൊക്കെ ഭേദമായ ഒരവസ്ഥയായിരുന്നു. പക്ഷേ തലയിലേറ്റ പരിക്ക് അത് അണുബാധയ്ക്ക് കാരണമാവുകയും പിന്നീട് മരണത്തിലേക്ക് എത്തുകയുമായിരുന്നു. ഇത്തരത്തിൽ തലയ്ക്ക് ക്ഷതം ഏൽപ്പിച്ച് അത് പിന്നീട് അണുബാധയിലേക്ക് എത്തുകയും മരണകാരണമാവുകയും ചെയ്തു എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൊലപാതക കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും ഒപ്പം തന്നെ കളിയാക്കിയെന്നും ആണ് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരു വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാൻ കുര്യൻ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് അന്വേഷണം ചെന്ന് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ 3 ജീവനക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 66 ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്നതിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ പോലീസ് ശേഖരിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? ഇവരുടെ അറസ്റ്റ് നടപടിയിലേക്ക് അടക്കം കടക്കാൻ നിർണായകമായ ഉതകുന്ന തരത്തിലുള്ള തെളിവുകളാണോ ഈ ലഭ്യമായിട്ടുള്ളത്? പോലീസ് എന്ത് പറയുന്നു? നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ 3 ആരോപണ വിധേയരായ 3 വനിതാ ജീവനക്കാർ വലിയതുറ സ്വദേശികളാണ്. അവർ 3 പേരും പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്ഥാപനത്തിന്റെ പേരിൽ വരുന്ന വരുമാനം അല്ലെങ്കിൽ പണമിടപാടുകൾ അത് തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഇടാൻ നിർദ്ദേശം നൽകിയത് കൃഷ്ണകുമാറും ദിയയുമാണ് എന്ന നിലപാടിലായിരുന്നു ഇവർ. അപ്പോഴാണ് കൃഷ്ണകുമാർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്തെത്തിയത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പണം മാറ്റി മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്ത് ഏതെങ്കിലും സമയത്ത് നൽകിയതിന്റെ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്ന് അവർ ഈ ആരോപണം ഉന്നയിച്ചവരെ വെല്ലുവിളിക്കുകയായിരുന്നു. അതിനിടയിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വലിയതുറയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ ഈ 3 യുവതികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 2024 ജൂലൈ മാസത്തിനും ഈ വിവാദങ്ങൾ ഉണ്ടായതിനും ഇടയിലുള്ള 11 മാസത്തിനിടയിൽ ഏതാണ്ട് 66 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് ഇവ 3 പേരുടെയും കഴിഞ്ഞ ഒരു വർഷത്തെ ശമ്പളവും കൂടി ഇതേ അക്കൗണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ QR കോഡ് മാറ്റി സ്ഥാപിച്ച സ്വന്തം അക്കൗണ്ടുകളിലേക്ക് ഇവർ ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള എത്രയധികം രൂപ 3 അക്കൗണ്ടുകളിലായി എടുത്തു എന്നതിനെ സംബന്ധിച്ച് വ്യക്തത കൈവരാൻ വിശദമായ അന്വേഷണം വേണ്ടിവരും. അത് അത്തരത്തിൽ തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കൌണ്ടർ കേസ് നൽകിയത് മ്യൂസിയം പോലീസിനായിരുന്നു. ഗുരുതരമായ ആരോപണമായിരുന്നു കൃഷ്ണകുമാറിനെതിരെയും ദിയയ്ക്കെതിരെയും ഉന്നയിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി, ജാതീയമായ പരാമർശങ്ങൾ നടത്തി, അധിക്ഷേപിച്ചു തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു കൃഷ്ണകുമാറിനെതിരെ ഉൾപ്പെടെ ഇവർ ഉന്നയിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ഈ 3 പേരോടും പറഞ്ഞെങ്കിലും ഒരാൾ മാത്രമായിരുന്നു ആദ്യം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി വിവരങ്ങൾ കൈമാറിയത്. പക്ഷേ മറ്റ് 2 പേരും പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഉദ്യോഗസ്ഥർ നേരിട്ട് ഇവരുടെ വീടുകളിലെത്തിയത്. പക്ഷേ വീടുകളിൽ ഇവർ ഉണ്ടായിരുന്നില്ല, ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട്
ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഫോൺ റിംഗ് ചെയ്യുന്നതൊഴിച്ചാൽ മറ്റ് പ്രതികരണങ്ങളൊന്നുമില്ല. പോലീസിന്റെ നിഗമനം ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ, അതായത് ഈ കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്ക് മുങ്ങിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ. അപ്പോൾ ഈ 2 ജീവനക്കാർ മാത്രമാണോ ഒളിവിൽ പോയിട്ടുള്ളത് എന്നുള്ള നിഗമനമാണ് പോലീസിനുള്ളത്. അപ്പോൾ അവശേഷിക്കുന്ന ഒരാള് ആ യുവതിയെ വിളിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ഉടൻ തന്നെ പോലീസ് കടക്കുമോ? ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുടുംബം ദിയ ഉൾപ്പെടെ ആരോപിച്ചിരുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന, സാധൂകരിക്കുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ പോലീസിന് ലഭിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രമായിരുന്നു അവർക്ക് ഉറപ്പാക്കാനുണ്ടായിരുന്നത്, അതായത് ഈ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അത് എപ്പോഴെങ്കിലും വിഡ്രോ ചെയ്ത് കൃഷ്ണകുമാറിന്റെയോ ദിയയുടെയോ അക്കൗണ്ടുകളിലേക്കോ കൈമാറിയിട്ടുണ്ടോ, അങ്ങനെ പണം പിൻവലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിലായിരുന്നു പ്രധാനമായ പരിശോധന. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയവർ, അതായത് ദിയയും കൃഷ്ണകുമാറിനെയും ഉൾപ്പെടെ സംശയം നിർത്തിക്കൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഈ 3 വനിതാ ജീവനക്കാരുടെ നില കൂടുതൽ പരുങ്ങലിലാകുകയാണ്. അവർക്കെതിരെ നിയമപരമായ തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും 66 ലക്ഷം രൂപ തട്ടിച്ചു എന്ന തരത്തിൽ അത് തെളിയിക്കുന്ന തെളിവുകൾ, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 3 യുവതികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. അതിൽ 2 പേർ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള നിഗമനത്തിൽ കൂടി പോലീസ് എത്തുന്നു എന്നതാണ് സാഹചര്യം. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. അടുത്ത 7 ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും കാലവർഷം ശക്തമാവുകയാണ്. നാളെ മുതൽ വടക്കൻ കേരളത്തിലും 14-ാം തീയതിയോടെ മധ്യ കേരളത്തിലും മഴ കനക്കും. നാളെ മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം, ഗംഗതട, പശ്ചിമ ബംഗാൾ എന്നിവയുടെ മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. ശനിയാഴ്ച അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം മുൻ വർഷങ്ങളിലെ പോലെ ഇത്തവണയും ജൂൺ ആദ്യ ആഴ്ച കാലവർഷം ദുർബലമാണ്. ജൂൺ 1 മുതൽ 8 വരെയുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം ഇത്തവണത്തെ കാലവർഷത്തിൽ 67% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. 144.9 മില്ലിലീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് 47.5 മില്ലിലീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷത്തിൽ മെയ് 31 വരെ അതിതീവ്ര മഴ ലഭിച്ചിരുന്നു. വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. മഴ വീണ്ടും കനക്കുന്നതോടെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിന്റെ പുറം കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം 3-ാം ദിവസവും തുടരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ പുലർച്ചെ വരെ ദൗത്യം തുടർന്നെങ്കിലും വിജയിച്ചില്ല. തീപിടുത്തത്തിന്റെ തീവ്രത കുറഞ്ഞെങ്കിലും കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് വ്യാപിക്കുന്നതാണ് പ്രതിസന്ധി. അജ്ഞ രവീന്ദ്രൻ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി ചേരും. ഇപ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അജ്ഞ രവീന്ദ്രനുണ്ട്. അജ്ഞ, ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത് നമുക്കറിയാം. ആ കണ്ടെയ്നറുകളിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അത് അത്രത്തോളം തീവ്രമാണ്, വിഷമയമുള്ളതാണ്. അതിനാൽ തന്നെ ആകും എന്നുള്ളത്. ഈ രക്ഷാദൗത്യം, അതുമായി ബന്ധപ്പെട്ട് ഈ വെല്ലുവിളി ഉയർത്തുന്ന പൊട്ടിത്തെറികൾ, അടിക്കടി പൊട്ടിത്തെറി ഉണ്ടാകുന്നു. തീ നിയന്ത്രണ വിധേയമാകുന്നില്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നതിനൊപ്പം തന്നെ ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അത് തീരത്തേക്ക് അടിയാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ടല്ലോ. അത് എത്രത്തോളം ആശങ്കാജനകമാണ്?
ആര്യ 157 കണ്ടെയ്നറുകളാണ് കടലിൽ ഈ കപ്പലിൽ മുഴുവൻ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണല്ലോ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ അങ്ങേയറ്റം ഹാമായിട്ടുള്ള സബ്സ്റ്റൻസുകൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് ഏറെയും ഉള്ളത്. പലതും തീ പിടിക്കുന്നവയാണ്, അതല്ലെങ്കിൽ വെള്ളവുമായി സമ്പർക്കത്തിലാകുമ്പോൾ തന്നെ തീ പിടിക്കുന്നവയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ, അത് മാത്രമല്ല വെള്ളവുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഘർഷണം ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ വായുവുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതിപ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളാണ് അതിലേറെയും ഉള്ളത്. റേസിൻ കോമ്പൗണ്ട് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള അത്തരത്തിൽ ഹൈലി ഇൻഫ്ലെയിമബിളായ വസ്തുക്കൾ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുമാത്രമല്ല ഈ തീപിടുത്തം മിനിയാന്ന് തുടങ്ങിയതാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ 5 വെസൽസാണ് ആ സമീപ പ്രദേശങ്ങളുള്ളത്. എന്നിരുന്നാൽ പോലും കപ്പലിലേക്ക് അടുക്കാനോ കപ്പലിലെത്തി നിയന്ത്രണ വിധേയമാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഈ കണ്ടെയ്നറുകൾ, അതായത് കടലിൽപ്പെട്ടിട്ടുള്ള കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട്. ഇത് കൊച്ചി മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗങ്ങളിലേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അങ്ങേയറ്റം ആശങ്ക തീരത്ത് ഉണ്ടാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് ഈ ആശങ്കയുണ്ട് എന്നുള്ള കാര്യവും മാത്രമല്ല ഈ രാസവസ്തുക്കൾ ഈ കടലിൽ തീ പിടിക്കുന്നതിനൊപ്പം കടൽ വെള്ളത്തിൽ കലർന്നാലും അല്ലെങ്കിൽ ഖരവസ്തുവായി തുടർന്നാലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങേയറ്റം രൂക്ഷമായി മാറുകയാണ് ആ കപ്പലപകടം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നെങ്കിൽ പോലും നമുക്കറിയാം ആദ്യ ദിവസം മുതൽ തന്നെ 4 പേരെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ഉള്ള 4 പേരെ കാണാതായിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നിട്ടും അവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അത്തരം ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ആ 4 പേരെ കാണാനില്ല എന്നുള്ളതും ആ ഒരു സാഹചര്യം തുടരുകയാണ്. ഈ 4 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഫയർ ഫൈറ്റിംഗ് സിസ്റ്റവുമായി അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ കപ്പലിലുണ്ടായിരുന്നത്. അതേസമയം വീണ്ടും പൊട്ടിത്തെറിക്കുന്ന സബ്സ്റ്റൻസുകൾ കപ്പലിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം ഒരു ഒബ്സ്ക്യൂരിറ്റിയിലേക്ക് കപ്പലിനെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതും മറ്റു വസ്തുക്കൾക്ക് തീ പിടിക്കുന്നതുമായ സാഹചര്യം കൂടുതൽ ദുഷ്കരമാക്കുകയാണ് രക്ഷാപ്രവർത്തനത്തെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ വെസൽസ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, പക്ഷേ അവർക്ക് അങ്ങോട്ട് അടുക്കാനുള്ള അവസ്ഥയില്ല, സിറ്റുവേഷൻ അല്ല നിലവിലുള്ളത്. ഈ കപ്പലിൻ്റെ ഉപരിതലം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ടെങ്കിൽ ഉപരിതലം അത്രയും ഇതിനോട് അടുക്കണമെങ്കിൽ, വെസലിനോട് അടുക്കണമെങ്കിൽ തന്നെ കപ്പലിൻ്റെ ഉപരിതലം തണുപ്പിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതനുസരിച്ച് തന്നെ ഈ കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയോ അല്ലെങ്കിൽ വെള്ളം തളിച്ച ഈ ഉപരിതലം ചൂട് ശമിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ 18 പേർക്കൊപ്പം ഈ കപ്പലിലേക്ക് അവർ ചാടി പുറപ്പെട്ടോ എന്നുള്ള രക്ഷപ്പെട്ടോ അതല്ലെങ്കിൽ ഉൾക്കടലിലേക്ക് എങ്ങാനും പോയതാണോ അത് തീയിൽപ്പെട്ടോ ഏത് സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ 4 പേരുടെ കാര്യത്തിലെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. പക്ഷേ ആദ്യ ദിവസം മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനുകൾ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ആദ്യഘട്ടം മുതൽ രക്ഷാപ്രവർത്തനം ഈ 4 പേരെ രക്ഷിക്കാനും അവരെ കണ്ടെത്താനുമുള്ള ശ്രമങ്ങളായിരുന്നു ഊർജിതമാക്കിയിരുന്നത്. ആര്യ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ 4 പേരെ കുറിച്ച് ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നതാണ് ദുഃഖകരം. അതോടൊപ്പം ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ കൊച്ചി തൃശ്ശൂർ തീരത്തേക്ക് അടുക്കും, അത് ഇന്നോ നാളെയോ അടുക്കാനുള്ളൊരു സാധ്യതയാണ് പ്രവചിക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരമായി. അമൃത് ഫാർമസി വഴിയാണ് കാത്ത് ലാബിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടിയന്തര യോഗം ചേർന്നതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴി തെളിഞ്ഞത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, എന്തായാലും സാധാരണക്കാരായിട്ടുള്ള അവരുടെ ശസ്ത്രക്രിയ എത്രയും വേഗം നടക്കാൻ വീണ്ടും വഴി തെളിയുന്നു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഈ പ്രതിസന്ധി ആര് കാരണമാണ് ഈ പ്രതിസന്ധിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയത് എന്നുള്ളതും വലിയ ചോദ്യമായി അവിടെ അവശേഷിക്കുന്നു.
ആര്യ, കഴിഞ്ഞ 3 ദിവസത്തിനിടെ നടക്കേണ്ടിയിരുന്ന 15 ശസ്ത്രക്രിയകളാണ് ഉപകരണങ്ങൾ മതിയായ തരത്തിൽ ലഭ്യമാകാഞ്ഞതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നത്. അതിനിടയിലാണ് പ്രശ്നപരിഹാരത്തിന് സാധ്യത തേടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിലെ ധാരണയനുസരിച്ചാണ് അമൃത് ഫാർമസി വഴി അടിയന്തരമായി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ശ്രീചിത്ര ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ കമ്പനിയിൽ നിന്ന് ഒരു 2023 മുതൽ ഒരു കമ്പനിയുമായിട്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ശ്രീചിത്ര മാനേജ്മെന്റ്. പക്ഷേ ഈ കരാർ കമ്പനി കൂടുതൽ തുക ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി അവരോട് ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെയാണ് ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഈ കമ്പനിയുടെ സേവനം നേരിട്ട് തേടാതെ പകരം HLL-നെ ഇടനിലക്കാരാക്കിക്കൊണ്ട് HLL മുഖേന ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ആശുപത്രിയിലേക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ലഭ്യമായ തുകയനുസരിച്ചായിരിക്കില്ല, അതിലൂടെ കുറച്ചുകൂടി പണം അധികമായി ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നൽകേണ്ടി വരുമെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് അറിയിക്കുന്നത്. എന്തായാലും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. മുൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചവ ഇവയെല്ലാം മുൻഗണനാ ക്രമത്തിൽ ഈ ആഴ്ച തന്നെ നടത്തും എന്നും കൂടി ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുടെ യാത്രയുടെ കാത്തിരിപ്പ് ഇനിയും നീളും. ശുഭാംശു അടക്കം 4 പേരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം സ്പേസിന്റെ ദൗത്യം വീണ്ടും മാറ്റിവെച്ചു. റോക്കറ്റിന് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൗത്യം മാറ്റിയത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഏറെ ആകാംക്ഷയോടെ, ഏറെ അഭിമാനത്തോടെ ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുന്ന ദൗത്യമാണ്. അത് ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മാറ്റിയെങ്കിൽ ഇന്നിപ്പോൾ റോക്കറ്റ് തകരാറായതിനെ തുടർന്നാണ് മാറ്റിയിരിക്കുന്നത്. ഈ തകരാർ ഉടനടി പരിഹരിക്കാൻ കഴിയുന്നതാണോ? നാളെ വൈകിട്ടോടുകൂടി ഈ ദൗത്യം ആരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ ഈ എഞ്ചിനിൽ ചില തകരാറുകൾ സംഭവിച്ചു. റോക്കറ്റിൻ്റെ ഇന്ധന ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്നത്. അത് ഉടൻ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ടോടുകൂടി ദൗത്യം ആരംഭിക്കാനാകുമെന്ന് കരുതുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ ഒരു സംഭവം, അതായത് അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ആക്സിയം സ്പേസ് ആണ് ഈ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ISROയും ആക്സിയവും ഒപ്പം തന്നെ നാസയും സ്പേസ് എക്സും തമ്മിലുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു യാത്ര നടത്താൻ തീരുമാനിക്കുന്നത്. ഈ സംഘം 14 ദിവസം ഈ സംഘം അവിടെ തങ്ങി, ഇവർ ആ നിലയത്തിൽ തങ്ങി വിവിധ പരീക്ഷണങ്ങൾ നടത്തുമെന്നുള്ളതാണ്. അതിനുശേഷം തിരികെ എത്തുകയും ചെയ്യും. നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ പൗരനെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശുഭാംശു ശുക്ല അത്തരത്തിലുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇതിനു മുമ്പ് 1985 രാകേഷ് ശർമ്മയാണ് ഇതിനു മുമ്പ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ദൗത്യം പൂർത്തീകരിച്ചിട്ടുള്ള ഇന്ത്യൻ. അതിനുശേഷമുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് ശുഭാംശു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏവരും കാത്തിരിക്കുന്ന ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും. നാളെ വൈകിട്ടോടുകൂടി ഇതിൻ്റെ തകരാറുകളെല്ലാം പരിഹരിച്ചതിന് ശേഷം ദൗത്യം ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ.
യെസ്, എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര നിലയത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ, അതേസമയം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന രണ്ടാമത്തെ, രാകേഷ് ശർമ്മയ്ക്ക് ശേഷം രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന പ്രത്യേകതയാണ് ശുഭാംശു ശുക്ലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഇന്ത്യക്കാർക്കും ഈ ബഹിരാകാശ യാത്ര അത്രത്തോളം പ്രധാനപ്പെട്ടതാകുന്നത്, വിശേഷപ്പെട്ടതാകുന്നത്. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട 5 മലയാളികളാണ് മരിച്ചത്. മരിച്ചവർ പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികളാണ്. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശിനി ഗീത ഷോജി ഐസക് വർഷങ്ങളായി ഖത്തറിലാണ് താമസം. അവിടെ സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയാണ്. അപകട വിവരം ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞുവെങ്കിലും മരണവിവരം കൊച്ചിയിൽ താമസിക്കുന്ന മകൻ അറിഞ്ഞത് ഇന്നലെ വൈകിട്ടാണ്. അപകടത്തിൽ അച്ഛനും സഹോദരനും പരിക്കേറ്റെങ്കിലും ഗുരുതരമല്ലെന്നാണ് ഗീതയുടെ മകൻ ഡോക്ടർ ജോയൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിലേക്ക്. എൻ്റെ മദറും ഫാദറും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു ആ ബസ്സിൽ. അവർ ബേസിക്കലി ഖത്തറിൽ നിന്ന് കെനിയയിൽ ഒരു 1 വീക്ക് ട്രിപ്പിന് പോയിരിക്കുമായിരുന്നു, ഒരു സഫാരി ട്രിപ്പിന്. മമ്മി ഓൺ ദ സ്പോട്ട് തന്നെ ആണ് മരിച്ചതെന്നാണ് അവർക്ക് അറിയായിരുന്നു. അത് പറയാതിരിക്കുമായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് 2 hours മുമ്പേ ഞാൻ അറിയുന്നത്. ആൻഡ് ദെൻ മമ്മീൻ്റെ ബോഡി ആണെങ്കിൽ അവർ എയർലിഫ്റ്റ് ചെയ്ത് നൈറോബി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ സ്റ്റേബിളാണ്, ലൈഫ് ത്രെറ്റനിങ് ഒന്നുമില്ല, പക്ഷേ ഫ്രാക്ചേഴ്സ് ആണ് മെയിൻലി. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ സംഘർഷത്തിന് അയവില്ല. ട്രംപ് ഭരണകൂടം 700 മറൈനുകളെയും ഏകദേശം 4000 നാഷണൽ ഗാർഡ് സൈനികരെയും ലോസ് ഏഞ്ചലസ് പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സേനാ വിന്യാസം കാലിഫോർണിയയിലെ ഡെമോക്രാറ്റിക് നേതാക്കളെ രോഷാകുലരാക്കിയിട്ടുമുണ്ട്. മിഥുനം ജി ചേരുന്നുണ്ട്. മിഥുൻ, അയവില്ലാതെ തുടരുന്നു സംഘർഷ സമാനമായ സാഹചര്യം എന്നതാണ് അല്ലേ? ആര്യ, തീർച്ചയായും 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അതായത് ചെറിയ രീതിയിലുള്ളൊരു പ്രകടനവും ഒരു പ്രതിഷേധവുമായിരുന്നു തുടക്കത്തിലുണ്ടായത് എങ്കിൽ അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന ഗവർണറെ അനുമതിയില്ലാതെ ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു നടപടി സ്വീകരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള സേനാ വിന്യാസം അടക്കം നടത്തുന്നതിന് ഉള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഗവർണർ ഇതിനു മുമ്പ് തന്നെ ട്രംപ് ഭരണകൂടത്തിന് രംഗത്ത് വന്നിരുന്നു. അതായത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ട്രംപ് ഭരണകൂടം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അധികാരം തിരിച്ചു നൽകണം, ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു നയം അത് അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അനുകൂല നടപടി ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ട്രംപ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് പ്രതിഷേധിക്കുന്നവരൊക്കെ തന്നെ ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ദേശീയ സുരക്ഷ ഭീഷണിയായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ്. ഇതിന്റെ ഭാഗമായാണ് നേരത്തെ നാഷണൽ ഗാർഡുകളെ വിന്യസിച്ചതിന് പിന്നാലെ 700-ലധികം മറൈനുകളെ കൂടി ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവിടെ രംഗത്തിറക്കുകയും ചെയ്തിരിക്കുന്ന. മറൈനുകളെ സംബന്ധിച്ച് യുദ്ധത്തിനുമൊക്കെയായി ഉപയോഗിക്കുന്ന സൈന്യത്തിലെ ഒരു വിഭാഗമാണ് മറൈനുകൾ എന്ന് പറയുന്നത്. അത് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഈ കടലിലായാലും അല്ലെങ്കിൽ മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ മറൈനുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഈ കുടിയേറ്റക്കാരെ നേരിടുന്നതിന് വേണ്ടി ഇറക്കുമ്പോൾ തന്നെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്തത്. ഏറ്റുമുട്ടൽ വലിയ രീതിയിൽ നടക്കുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം അടക്കം പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ സംഘർഷഭരിതമാണ് ലോസ് ഏഞ്ചലസ്. ആര്യ, തീർച്ചയായും എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനെ ടെററിസ്ഥാൻ എന്ന് വിളിച്ച് പരിഹസിച്ച് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാ നിലപാട് വേണമെന്നും ആണവ ബ്ലാക്ക്മെയിൽ തള്ളിക്കളയാനും അന്താരാഷ്ട്ര സമൂഹത്തോട് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ ഉന്നത പ്രതിനിധി കാജ കലാസുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. This is not a conflict between two states per se. This is actually a response to the threat and to the practice of terrorism. So I would urge you to make it, don't think of it as India, Pakistan, think of it as India, Terroristan. You will then appreciate it. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഇന്ത്യയിലെ മാന്യമായ ജീവിത നിലവാരത്തിന് മാനദണ്ഡം മാറിക്കഴിഞ്ഞു. സാധാരണക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പിക്കുന്നതിന്
വലിയ പരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. എല്ലാവരുടെയും ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എല്ലാ ഇന്ത്യക്കാർക്കും മാന്യമായ ജീവിതം ഉറപ്പാക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് സധൈര്യത്തോടെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തത്. ടാപ്പ് വെള്ളം, പാചകവാതകം, വൈദ്യുതി, ഇന്റർനെറ്റ്, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു വീട് സ്വന്തമാക്കുക എന്നത് ഓരോ കുടുംബത്തിൻ്റെയും സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള തൻ്റെ ശ്രമങ്ങൾ ഫലം കണ്ടു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നു. ഇന്ന് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം കോടിക്കണക്കിന് ഇന്ത്യക്കാർ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. പലിശ നിരക്കുകളിലെ കുറവും പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിലുള്ള മോദി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി പദ്ധതിയും ആളുകളെ അവരുടെ ആദ്യ വീട് വാങ്ങാൻ പ്രാപ്തരാക്കി. സ്വാമിഹ് സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡിൽ ഇൻകം ഹൗസിംഗ്, ഈ ഫണ്ടിന് കീഴിൽ മുടങ്ങിക്കിടന്ന റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് സഹായം ലഭിച്ചു. 37,000 കോടി രൂപയാണ് ഇതുവഴി വിപണിയിലേക്ക് ഒഴുകിയെത്തിയത്. 15.62 കോടി വീടുകൾക്കാണ് പുതിയ പൈപ്പ് വാട്ടർ കണക്ഷനുകൾ നൽകിയത്. സൗഭാഗ്യ യോജന പ്രകാരം 100% ഗാർഹിക വൈദ്യുതീകരണമാണ് സർക്കാർ ലക്ഷ്യമിട്ടത്. ഉജാല LED ലൈറ്റുകൾ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ വഴിവെച്ചു. 10.33 കോടി LPG കണക്ഷനുകൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി നൽകി. ഇൻഷുറൻസ്, നികുതിയാനുകൂല്യങ്ങൾ, പൊതുസൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കൽ എന്നിവയ്ക്കും പ്രാധാന്യം നൽകി. സാമ്പത്തിക സുരക്ഷയാണ് സർക്കാർ മുൻഗണന നൽകുന്ന മറ്റൊരു പ്രധാന വിഷയം. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അക്ഷീണം പ്രവർത്തിച്ചുവെന്ന് അവകാശപ്പെടുന്നു. എല്ലാ വിഭാഗം പൗരന്മാർക്കും ബാങ്കിംഗ് സൗകര്യം, താങ്ങാനാവുന്ന ആരോഗ്യ സുരക്ഷ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. കുറഞ്ഞ നികുതിയും താങ്ങാനാവുന്ന വായ്പാ നിരക്കുകളും ഇടത്തരം കുടുംബങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചു. ഇത് സാമ്പത്തിക സുരക്ഷയ്ക്ക് വഴിവെക്കുന്നു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 81 കോടി ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്വത്തിന്റെ വ്യക്തമായ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനുള്ള പരിഷ്കരണ പരിപാടിയാണ് സ്വാമിത്വ പദ്ധതി. ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭൂമി മാപ്പ് ചെയ്ത് നിയമപരമായ ഉടമസ്ഥാവകാശ കാർഡുകൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാർവദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ്. RSSനെ പോലെ തന്നെ RSS ഇന്ത്യയിലാണ് ഹിന്ദുരാഷ്ട്രം, ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ധ്രുവീകരണ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ലോകത്തെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം മുന്നിൽ നിന്ന് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, നിലകൊള്ളുന്നു എന്ന് പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. അതുമായിട്ട് ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നും ഇനി മുന്നണിയുടെ ഭാഗമായിട്ട് മാറാനാണ് സാധ്യത എന്നും നൽകുന്ന സൂചന. UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഓരോരുത്തരും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട UDF എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിലെയും നിലമ്പൂരിലെയും വോട്ടർമാർ ശരിയായ രീതിയിൽ തിരിച്ചറിയും. മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയുള്ള നാടാണ് കേരളം. അതിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന തൊഴിലാളി വർഗ അടിസ്ഥാനം കൂടിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂര്. നിലമ്പൂര് തീർച്ചയായും ഈ വർഗീയ കൂട്ടുകെട്ടിന് ഇവിടെയുള്ള ജനത, വോട്ടർമാർ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. UDF എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ട്? തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടി. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പിന്നെ അതിനെപ്പറ്റി വേറെ ചോദിക്കണ്ട. ഇന്നലെയുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ടുണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.
അല്ല, ഏത് ഘടകകക്ഷികൾ? അതായത് പറഞ്ഞു, ഘടകകക്ഷികൾ പറയട്ടെ. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകെട്ടി നടത്തിയാൽ ഉണ്ടാവുന്ന അപകടത്തെ സംബന്ധിച്ച് അവർക്ക് വൈദ്യുതിയില്ല, അവർ പറയട്ടെ. പിന്നെ എന്താക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അൻവറിനെ കൂട്ടാതിരുന്നല്ലോ. അൻവറിനെ കൂട്ടാതിരുന്നവർക്ക് ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടുന്നതിന് വേറെ എന്ത് ന്യായീകരണമുള്ളത്? അത് പറയണ്ട, ഞാൻ വ്യക്തമാക്കട്ടെ. വെൽഫെയർ പാർട്ടി പിന്തുണ സ്വീകരിച്ച UDF നയത്തെ ആവർത്തിച്ച് വിമർശിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയ ശക്തികളുടെ വോട്ട് പറ്റുന്ന UDFനെ നിലമ്പൂരിലെ ജനം വോട്ടർമാർ തള്ളിക്കളയുമെന്ന് വീണ്ടും പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറ്റു വാർത്തകളിലേക്ക് കൂടി. രാജ്യത്ത് കോവിഡ് കേസുകൾ 7000-ലേക്ക് അടുക്കുകയാണ്. ഇതുവരെ 6815 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 3 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ സജീവ കോവിഡ് കേസുകൾ 2000 കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. 79 വയസ്സുകാരനാണ് കോവിഡ് ബാധ മൂലം മരിച്ചത്. ഡൽഹിയിലും ജാർഖണ്ഡിലും ഓരോ മരണം വീതവും റിപ്പോർട്ട് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ കേസുകളുടെ വർധനവുണ്ടായത് കർണാടകയിലും ഗുജറാത്തിലുമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇരു സംസ്ഥാനങ്ങളിലും 100-ലധികം കേസുകളുടെ വർധനവ് രേഖപ്പെടുത്തി. ഇംഫാൽ താഴ്വരയിലെ 3 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞയിൽ മണിപ്പൂർ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചു. രാവിലെ 5 മുതൽ വൈകുന്നേരം 5 വരെ നിരോധനാജ്ഞ ബാധകമല്ല. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, ബിഷ്ണുപൂർ ജില്ലാ മജിസ്ട്രേറ്റുകൾ ഇത് സംബന്ധിച്ച ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. പ്രദേശത്ത് ക്രമസമാധാനം തകർക്കുന്ന ഒരു പ്രവർത്തനവും നടക്കാത്തിടത്തോളം രാവിലെ 5 മുതൽ വൈകുന്നേരം 5 വരെ ആളുകൾക്ക് വീടുകൾക്ക് പുറത്ത് ഇറങ്ങാൻ അനുവാദമുണ്ട് എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. മെയ്തേ നേതാവിനെ CBI അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്നാണ് ജൂൺ 7 രാത്രി മുതൽ ഇംഫാൽ താഴ്വരയിലെ 5 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഹൈക്കോടതി നോട്ടീസ്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. നവ്യ ഹരിദാസിന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 2 മാസത്തിനുള്ളിൽ മറുപടി നൽകാനും നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ബ്രൈമൂർ മങ്കയം ഇക്കോ ടൂറിസം. കാടും അതിനുള്ളിലെ വെള്ളച്ചാട്ടവും ഒരുപോലെ ആസ്വദിക്കാം ഇവിടെ എത്തിയാൽ. ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനും ഒക്കെയായി ഒരു ദിവസം ബ്രൈമൂരിൽ അടിച്ചു പൊളിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പാലോടിന് സമീപത്തെ ഇക്കോ ടൂറിസം സ്ഥലമാണ് ബ്രൈമൂർ മങ്കയം. ചിറ്റാർ നദിയുടെ ഒരു പോഷക നദിയായ മങ്കയം നദി ഈ പ്രദേശത്തു കൂടിയാണ് വാമനപുരം പ്രദേശത്തേക്ക് എത്തുന്നത്. തെക്കൻ കേരളത്തിലെ തന്നെ മികച്ച 2 വെള്ളച്ചാട്ടങ്ങളായ കാളക്കയവും കുരിശടിയും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നത്. കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ നെടുമങ്ങാട് നിന്നും ബ്രൈമൂൺ റൂട്ടാണ് ഇത്. നെടുമങ്ങാടിന് അടുത്താണ്. തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഫോറസ്റ്റ് ഏരിയയാണ്. നല്ലൊരു വൈബാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. സഹ്യന്റെ മടിത്തട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഈ തെളിനീരും കാടിന്റെ കാഴ്ചയും ജൈവ വൈവിധ്യത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു ഈ പ്രദേശത്തെ. സംസ്ഥാന വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മങ്കയത്ത് നഗരത്തിൽ നിന്ന് വെറും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. രാവിലെ 8 മുതൽ വൈകിട്ട് 4:30 വരെ സഞ്ചാരികൾക്ക് പ്രവേശനാനുമതിയുള്ള ഇവിടെ 40 രൂപയാണ് ഒരു വ്യക്തിക്ക് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. വെള്ളച്ചാട്ടങ്ങൾക്ക് പുറമെ തെളിഞ്ഞൊഴുകുന്ന നീരുറവകളും ഇവിടെയുണ്ട്. ഇത് ഒരുപാട് വെള്ളച്ചാട്ടം ഉള്ള ഒരു പ്രത്യേകത ഉള്ള സ്ഥലമാണ്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാർക്കെല്ലാം വരാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ വളരെ ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ ബ്രൈമൂർ എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞറിയിക്കുന്ന പോലെയല്ല, ഇവിടെ വന്ന് കണ്ടാലും ഇതിൻ്റെ മനോഹരമായ പ്രകൃതി രമണീയമായ കാര്യങ്ങളും പിന്നെ നല്ല വെള്ളച്ചാട്ടങ്ങളും ഇവിടെ വന്ന് കുളിക്കുന്നവർക്ക് കുളിക്കാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കട വഴിയോ നെടുമങ്ങാട് വഴിയോ വിതുര പാലോട് വഴിയാണ് ഇവിടെ എത്തേണ്ടത്.
പാലോട് KSRTC ഡിപ്പോയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയാണ് ഈ മനോഹര കാഴ്ച. വനപാലകരുടെ നിർദ്ദേശാനുസരണം മാത്രമേ ജലാശയത്തിൽ ഇറങ്ങാനാകൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ദിവസങ്ങൾ കൊണ്ട് ദൂരെ യാത്ര പോകുന്നതിനേക്കാളും ഈ 1-1.5 മണിക്കൂർ കൊണ്ട് വളരെ പെട്ടെന്ന് എത്തപ്പെടാൻ പറ്റുന്ന ഒരു ദിവസം വളരെ എൻജോയ് ചെയ്യുന്നതിന് പറ്റിയൊരു അന്തരീക്ഷമാണ്. പിന്നെ നല്ല ഈ പ്രകൃതിയുമായിട്ട് ഉള്ള നല്ലൊരു അന്തരീക്ഷം, മരങ്ങൾ, തണൽ, പിന്നെ മഴയാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അന്തരീക്ഷമാണ്. കാറിൽ വരികയാണെങ്കിൽ വളരെ രസകരമാണ് മഴയത്തുള്ള ഒരു അന്തരീക്ഷം. ന്യൂസ് 18 തിരുവനന്തപുരം. 2026 ലോകകപ്പിന് യോഗ്യത നേടി ബ്രസീൽ. പരാഗ്വയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ബ്രസീൽ വടക്കേ അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചത്. അർജന്റീന കൊളംബിയ മത്സരം സമനിലയിൽ കലാശിച്ചു. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വമ്പന്മാർ ഇറങ്ങിയ പോരാട്ടങ്ങളായിരുന്നു ഇന്ന് യോഗ്യതാ മത്സരത്തിൽ കണ്ടത്. അതിൽ ബ്രസീൽ ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. അർജന്റീനയുടെ കാര്യം ഇനി എന്താകും? അർജന്റീനയ്ക്ക് പുറമെ ബ്രസീൽ കൂടി ഇപ്പോൾ ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം ബ്രസീലിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. രണ്ട് റൗണ്ട് മത്സരങ്ങൾ കൂടി ബ്രസീലിന് ബാക്കിയുണ്ടെങ്കിൽ പോലും ഇന്ന് ജയിച്ചാൽ മാത്രം ലോകകപ്പ് യോഗ്യത എന്നായിരുന്നു സാഹചര്യം. കാരണം ഇന്ന് എതിരാളികൾ പരഗ്വേ ആയിരുന്നു. 24 പോയിന്റുള്ള അവർക്ക് ഒരു സമനില മാത്രം മതിയായിരുന്നു ലോകകപ്പ് യോഗ്യതയ്ക്ക്. പക്ഷേ എതിരില്ലാത്ത ഒരു ഗോളിന് ഇന്ന് ബ്രസീൽ വിജയിച്ചു. വിനീഷ്യസ് ജൂനിയർ ആണ് ബ്രസീലിന്റെ വിജയ് ശില്പി. പ്രത്യേകിച്ച് പുതിയ കോച്ച് കാർലോ ആഞ്ചലോറ്റി ചുമതലയേറ്റെടുത്ത ശേഷം നടക്കുന്ന രണ്ടാമത്തെ മത്സരമാണ്. ആദ്യ മത്സരം ഇക്വഡോറുമായി സമനിലയിൽ കലാശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റയലിന്റെ താരം കൂടിയായ വിനീഷ്യസിന്റെ ഗോളിലൂടെയാണ് ആദ്യ ജയം കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിക്കുന്നത്, ബ്രസീലിൽ നേടുന്നത് എന്നുകൂടി പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ടു പേരും തമ്മിൽ റയലിൽ ഒരുമിച്ച് പരിശീലകനും ഒപ്പം തന്നെ താരം എന്ന നിലയിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ബ്രസീൽ ഏതായാലും ലോകകപ്പിന് യോഗ്യത നേടുകയാണ്. 1930 മുതലുള്ള ലോകകപ്പിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ലോകകപ്പിനും യോഗ്യത നേടുന്ന ഏക ടീം എന്ന ബഹുമതി അങ്ങനെ ബ്രസീൽ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ബ്രസീലിന് പുറമെ മറ്റൊരു ടീം കൂടി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഇക്വഡോറാണ്. ഇന്ന് പെറുവുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചോടുകൂടിയാണ് ഇക്വഡോറും ലോകകപ്പിന് യോഗ്യത ഉറപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി 3 രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ്. നേരത്തെ തന്നെ അർജന്റീന യോഗ്യത നേടിയതാണ്. ഇതിന് പുറമെ ഇന്ന് ബ്രസീലും ഒപ്പം തന്നെ ഇക്വഡോറും യോഗ്യത നേടിയിരിക്കുന്നു. ഇനി അടുത്ത 3 സ്ഥാനങ്ങൾ, അതായത് 6 ടീമുകളാണ് ഓട്ടോമാറ്റിക്കായി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ലോകകപ്പിന് യോഗ്യത നേടുക. അതിൽ ഇനി 3 രാജ്യങ്ങൾ ഏറ്റവും തമ്മിൽ പോരാട്ടം നടക്കുന്ന ഒന്ന് പരഗ്വേയും മറ്റൊന്ന് ഉറുഗ്വേയും കൊളംബിയയും തമ്മിലാണ്. ഇതിൽ പരഗ്വേക്കും ഉറുഗ്വേക്കും 24 പോയിന്റ് ഉണ്ട്. ഇനി ഇവർക്ക് 2 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആ മത്സരങ്ങളിലെ പ്രകടനം ഒപ്പം വെനിസ്വേലയും ബൊളീവിയയും ഇനി അവരുടെ പ്രകടനം എങ്ങനെ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ 3 ടീമുകളുടെ ഭാവി കാര്യങ്ങൾ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ബ്രസീൽ കൂടി ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ 30 അടി താഴ്ചയുള്ള കിണറിൽ വീണ 87കാരിയെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ്. കൊടും തണുപ്പിൽ 4 മണിക്കൂറിലധികം നേരമാണ് പത്തനംതിട്ട തട്ട സ്വദേശി ശാന്ത മോട്ടോർ പൈപ്പിൽ പിടിച്ചു കിടന്നത്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ഈ മുത്തശ്ശിയുടെ കഥ ഒരു അത്ഭുതമായി തോന്നുകയാണ്. 4 മണിക്കൂറാണ് ആ മോട്ടോർ പൈപ്പിൽ പിടിച്ചു തൂങ്ങി ഈ കൊടും തണുപ്പിൽ കിടന്നത്. ചെറുത്തുനിൽപ്പിന്റെ ഒരു നല്ല മാതൃക കൂടി ആവുകയാണ് ഈ മുത്തശ്ശി, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം 87 വയസ്സുണ്ട്. അർദ്ധരാത്രിയിൽ കിണറ്റിലകപ്പെടുന്നു. പിന്നീട് 4 മണിക്കൂറോളം 30 അടി താഴ്ചയുള്ള കിണറ്റിൽ മോട്ടോറിന്റെ പൈപ്പിൽ പിടിച്ചാണ് ഈ അമ്മ കിടന്നത്. 4 മണിക്കൂറോളം കഴിഞ്ഞ് തുടർന്ന് ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എത്തി. താഴെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 15 അടിയോളം വെള്ളം ഈ കിണറ്റിലുണ്ട്. എന്തായാലും ഈ മോട്ടോറിന്റെ പൈപ്പിൽ മേലിൽ തൂങ്ങി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നത്. എന്തായാലും അതൊരു വലിയ ഭാഗ്യമായി. എന്തായാലും 4 മണിക്കൂറുടെ തണുപ്പത്ത് കിടന്നതിന് ശേഷം ഫയർഫോഴ്സ് എത്തിയാണ് ഈ അമ്മയെ ഈ പ്രത്യേകിച്ച് ബക്കറ്റൊക്കെ ഉപയോഗിച്ച് വലയിൽ കയറ്റി മുകളിൽ എത്തിച്ചത്. എന്തായാലും പൂർണ്ണമായ ആരോഗ്യവതി തന്നെയാണ്. വലിയ അവശതയൊന്നുമില്ല. എന്തായാലും 4 മണിക്കൂർ ഈ തണുപ്പിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഓർമ്മക്കുറവുള്ള ആളാണ്. വീട്ടിൽ നിന്നും രാത്രി ഇതുപോലെ കതവ് തുറന്ന് വെളിയിലിറങ്ങി പുറത്തു പോയായിരുന്നു. 4 മണിക്കൂറോളം ബന്ധുക്കൾ അന്വേഷിക്കുകയും ചെയ്തു. അവിടെ ഒന്നും കണ്ടെത്തിയില്ല. പിന്നീട് കിണറ്റിൽ ഇങ്ങനെ അനക്കം തെറ്റിയപ്പോഴാണ്, കിണറ്റിൽ നോക്കുമ്പോഴാണ് ഈ അമ്മ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. തുടർന്നാണ് ഫയർഫോഴ്സിനെ അറിയിക്കും. ഫയർഫോഴ്സ് വന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഒരു വലിയ അത്ഭുതകരമായ രക്ഷപ്പെടുത്തൽ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും താഴ്ചയുള്ള കിണറ്റിൽ, ഇത്രയും 30 അടിയോളം ഉള്ള താഴ്ചയുള്ള കിണറ്റിൽ 15 അടിയോളം വെള്ളം, മഴയായതുകൊണ്ട് വെള്ളം കൂടുതലായിരുന്നു. അവിടെ ആ പൈപ്പ് കിണറ്റിലേക്കുള്ള മോട്ടറിൽ പിടിച്ചാണ് ഈ അമ്മ കിടന്നത്. എന്തായാലും 87 വയസ്സുണ്ട്. എന്നാൽ 4 മണിക്കൂർ കിടന്നൊരു അവശതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മറ്റ്
കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെന്നാണ് ആശുപത്രിയിൽ എത്തിയപ്പോൾ പറയുന്നത്. എന്തായാലും ആരോഗ്യവതി ഇരിക്കുന്നു. തീർച്ചയായും പത്തനംതിട്ട തട്ടയിലാണ് 30 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണിട്ടും മോട്ടോർ പൈപ്പിൽ 4 മണിക്കൂർ പിടിച്ചു തൂങ്ങിക്കിടന്ന് ഈ 87-കാരി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും കാണാം. ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്ത് ചേരും. നമസ്കാരം.